കൊല്ലങ്കോട് ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ഗായത്രി മൈതാനിയിൽ ഹൈക്കോടതി അഭിഭാഷക എം രേഖ അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ ബാബുരാജൻ ഹിന്ദു ഏകീകരണവും ജാഗരണവും എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി. ചിങ്ങഞ്ചിറ ഏകലവ്യ ആശ്രമ മഠാധിപതി സ്വാമി അശ്വതി തിരുനാൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എന്നെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നു ആശ്രമത്തിൽ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വാമി, ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ വീട്ടിലത് വലിയ പ്രശ്നമായിരിക്കുകയാണ്, ഒന്ന് ശരിയാക്കി തരണം. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? എൻ്റെ മകന് ഒരു പ്രശ്നം. അപ്പോൾ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് പ്രശ്നം വരാൻ എന്ന് ഞാൻ വിചാരിച്ചു. എന്താണ് പ്രശ്നം? അവൻ പറയുന്നു, ഭയങ്കര വാശിയെടുത്ത് പറയുന്നു, അവന് ബൈബിള് വാങ്ങിച്ചു കൊടുക്കണം. അവന് വായിക്കാറിയില്ല, വായിക്കാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. 2ാമത്തെ പ്രശ്നം, കഴുത്തിലിടാനൊരു കൊന്ത വാങ്ങിച്ചു കൊടുക്കണം. 3ാമത്തെ പ്രശ്നം, അവന് ഞായറാഴ്ച എന്നും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കൊണ്ടുപോകണം. പറയുന്ന പയ്യന് 6-6.5 വയസ്സേ ഉള്ളൂ. ഇതവന് വാശിയായിട്ട് പറയുകയാണ്. അതൊന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എന്താണ് നിനക്ക് ഇങ്ങനെ സാധാരണ 5-6 വയസ്സിലുള്ള കുട്ടികളൊന്നും പറയാത്തൊരാഗ്രഹം വന്നത്? ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു, കാര്യം ഇതാണ്, ഇവൻ്റെ ക്ലാസ്സിൽ അപ്പുറത്തിരിക്കുന്നൊരു കുട്ടിയുണ്ട്, അവൻ്റെ പേര് ഉമ്മനെന്നാണ്. അവൻ ഇവനോട് പറഞ്ഞു, എടാ, നീ പൂജിക്കുന്നതൊക്കെ പ്രേതങ്ങളാണ്, നിങ്ങളൊക്കെ ചത്താ നരകത്തിൽ പോകും. ഒറ്റ ഉത്തരം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ പൂജിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. കുട്ടിക്ക് 6 വയസ്സേ ഉള്ളൂ. അവനത് വിശ്വസിച്ചു. നിന്റെ അച്ഛൻ രക്ഷപ്പെടണമെങ്കിൽ, അമ്മ രക്ഷപ്പെടണമെങ്കിൽ, കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ആദ്യം നീ ക്രിസ്ത്യാനിയാവണം. ഇതാണ് അവൻ പറഞ്ഞു കൊടുത്തത്. ഇവനത് വിശ്വസിക്കും. അപ്പം ഇതൊന്ന് മാറ്റിത്തരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വേണ്ട, ഒന്നും മാറ്റണ്ട. ഞായറാഴ്ച പാളയം പള്ളി ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ അച്ഛൻ വേണമെങ്കിൽ ഒരു കൊന്ത കൊടുക്കും, അത് കഴുത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ബുക്ക് വിൽക്കുന്ന സ്റ്റോളുണ്ട്, അവിടെ നിന്ന് ബൈബിൾ വാങ്ങിക്കും. പിന്നെ അവനെ എല്ലാ ഞായറാഴ്ച പള്ളി കൊണ്ടുപോകും. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇത് കേൾക്കാനാണോ ഞാനിവിടെ സ്വാമിയുടെ അടുത്ത് കൊണ്ടുവന്നത്? അപ്പം ഞാനൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. നോക്കൂ, നിങ്ങളുടെ കുട്ടിക്ക് 6 വയസ്സ്, നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന കുട്ടിക്കും വയസ്സ് 6. അവന് മതം മാറ്റാനുള്ള അറിവ് വരെ വന്നു കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ഹിന്ദുമതത്തെക്കുറിച്ച് ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? സ്വാഗത സംഘം പ്രസിഡന്റ് KV രാമചന്ദ്രൻ നായർ, രാജഗോപാൽ തെക്കേമഠം, SNDP യോഗം കൊല്ലങ്കോട് യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണൻ, വാസ്തുശാസ്ത്രം നിപുണൻ കൃഷ്ണൻ തെക്കേത്തറ എന്നിവരും സംസാരിച്ചു. തുടർന്ന് കുമാരി സായി മൃദല മുരളി അവതരിപ്പിച്ച സോപാന സംഗീതവും ആനിക്കോട് ശ്രീ ശങ്കര ഭജൻസ് അവതരിപ്പിച്ച ഭജന സായാഹ്നവും ഉണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.